ഇച്ചിരി കൂടിപ്പോയത്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. 2 സിനിമകളുടെ 2 അപ്ഡേറ്റ്. യെസ്, ഒന്ന് ഫെബ്രുവരി 15 മനസ്സിലായി. അങ്ങനെ ഇരിക്കണേ. ഭ്രമയുഗം ഫെബ്രുവരി 15 റിലീസ്. ഇനി മാറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഭ്രമയുഗം ഒന്ന്, പിന്നെ മറ്റൊന്ന് കാതൽ ദ കോർ. ഭ്രമയുഗം എന്ന സിനിമയുടെ അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. റിലീസ് ഡേറ്റ് ഒഫീഷ്യലി വന്നു. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫെബ്രുവരി 15 സിനിമ റിലീസ് എത്തുന്നത്. ഓക്കെ, ഇതാണ് പോസ്റ്റർ. ഫെബ്രുവരി 15 ഇങ്ങനെ വലുതാക്കി എഴുതിയിട്ടേ മനസ്സിൽ കടന്നത് അതാണ്, അങ്ങ് പതിഞ്ഞു പോയി അവിടെ. അതാണ് തെറ്റിയതല്ല. ഓക്കെ, എന്താണെങ്കിലും പോസ്റ്റർ ഒരു ചാരുകസേരയില് ചാഞ്ഞു കിടക്കാണ്. ഓക്കെ, ആളുടെ ഇടത് കയ്യിൽ എന്താണ്, വെറ്റില ചെല്ലോ അല്ലേ? ഒരു പെട്ടി അതിൽ പിടിച്ചിട്ടുണ്ട്. വലത് കൈ എന്താ പരിപാടി? എന്തോ ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടൊക്കെ കേട്ടിരിക്കുമല്ലോ, ആ ഒരു താളം പിടിക്കുന്ന ഒരു സാധനം. ചിലപ്പോ അങ്ങനെ ആയിരിക്കും, മറ്റേ പഴയ സാധനത്തിന്റെ ഒക്കെ അതിന്റെ താളം പിടിച്ചോണ്ടിരിക്കുന്നതായിരിക്കും. എന്തോ അതായത് നൊട്ട പൊട്ടിക്കാണെന്ന് സംശയമുണ്ട്. ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ സാധനം ആ സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും സംഭവം അട്ട നോക്കിയിരിക്കുകയാണ്, അട്ടത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. ഇതിട്ട് വന്നിട്ട് ഒരാൾ എന്നോട് ചോദിച്ചേ, അല്ല മമ്മൂട്ടിക്ക് ഇതില് മന്തുണ്ടോന്ന് കാലിനോ? കാരണം സാധാരണ കാണുന്ന ഒരു വലുപ്പമല്ല കാലിനുള്ളത്, കുറച്ച് വണ്ണം ഫീൽ ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട്. അപ്പൊ എനിക്കിത് തോന്നിയത് എന്താണെന്നറിയോ, അതായത് തുണി വലിഞ്ഞു നിന്നിട്ട് അതിന്റെ ഒരു കുറച്ച് വീതി കൂടുതൽ ഫീൽ ചെയ്യുമല്ലോ. അത് തന്നെയാണ്, അതായത് തുണി കാല് ഇരിക്കുന്നതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു കാലിന്റെ മുകളിൽ മറ്റേ കാല് കയറ്റി വെച്ചിട്ട് അപ്പൊ ആ മുണ്ട് വലിഞ്ഞു നിൽക്കുന്നതിൽ തോന്നുന്നതാണ്, അല്ലാണ്ട് മന്തും കാര്യങ്ങളൊന്നുമില്ല. മന്തില്ല എന്നുള്ളതാണ് നമ്മൾ അല്ലാതെ അറിഞ്ഞത് കേട്ടോ. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഒരുപാട് സ്റ്റിൽസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കുഞ്ചമൻ പോറ്റിയുടെ യഥാർത്ഥ വൈബ് ഫെബ്രുവരി 15 കാണാം. പ്രാന്തനായിരിക്കുമല്ലേ? പ്രാന്താണോ ഇനി പ്രാന്തുകളെ നോക്കുന്ന, അങ്ങനെ നോക്കുന്ന ആളും പ്രാന്തനാണെന്നാണല്ലോ പറയുന്നത്. ശരിയാണ്. യെസ്, എന്താണെങ്കിലും അടുത്തത് കാതൽ ദ കോർ സിനിമയെ കുറിച്ച് RJ ബാലാജി ആളുടെ ഇന്റർവ്യൂവിൽ കാതലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കാണാം. ഓക്കെ, if you were still a critic, நீங்க இன்னும் ரிவ்யூ பண்ணிட்டு இருக்கீங்கன்னா recent pastல வந்த தமிழ் படங்கள்ல which ones would you say I like these reviews, I'm going to give a good review to these films? I loved Kadal the Core. I thought it's one of the most important film. இது ஏன் அப்படின்னா வந்து I saw one round table recent-ஆ. அப்போ வந்து இந்தியாவிலேருந்து எல்லா லாங்குவேஜ்லேருந்து ஃபில்ம் மேக்கர்ஸ் இருந்தாங்க. அப்போ வந்து ஒரு ஃபில்ம் மேக்கர் வந்து சொல்லும்போது எப்படி வந்து ஒரு சின்ன லுக்கில் இருக்கிற ஒரு சின்ன விஷயத்தை வந்து பண்ண வைக்கிறது வந்து ஒரு பெரிய ரிஸ்க்காக ப்ரொஜெக்ட் பண்ணப்பட்டது. எல்லாருமே ஐயோ என்ன இப்படி பண்ணுறீங்க அப்படின்னு சொல்லிட்டு ஒரு பெரிய ஒரு நடிகரோட படம் பண்ணும்போது அது சொல்லாங்க அப்படின்னு. சேம் டைம் அதே டேபிளில் தான் வந்து ஐ saw this ஜியோ பேபி who made அதே மாதிரி ஒரு சூப்பர் ஸ்டார் ஒரு 73 வயசில் இருக்கிற ஒரு மம்முட்டி சாரை வச்சு கேவா அவரை ப்ரொஜெக்ட் பண்ணி அவர் அதை ப்ரொடியூஸ் பண்ணி நடிச்சாரு அப்படின்னும் போது படமும் இட் மேட் மணி. எஸ் கமர்ஷியலாக எஸ் அதெல்லாம், பட் ஆனால் அந்த ப்ராக்ரெசிவாக பார்க்கணும் அப்படின்னா ஒரு ஸ்டேட் வந்து as accepted a superstar icon actor in that role in all with all dignity and அந்த படம் காசு பண்ணிச்சு. அண்ட் அவர் வந்து அது ஒரு பெரிய ரிஸ்க்காக அங்கே சொல்லவே இல்லை. ஸோ எனக்கு அது வந்து ரொம்ப, நான் அது வரைக்கும் படம் பார்க்கல, பட் ஆனால் தட் கைண்ட் ஆஃப் மேட் மீ ஐ வெண்ட் டு தட் ஃபில்ம் வித் மை வைஃப். நான் இது இன்னொரு இன்டர்வியூவில் எனக்கு ரொம்ப பிடிச்ச படம் எது ரீசெண்டாக கேட்கும்போது நான் காதல் த கோர் சொல்லும்போது எனக்கு ரொம்ப மனசு உடஞ்சி போனது வந்து கீழே வந்து ஒரு கமெண்ட்டில் வந்து ஃபேவரட் ஃபிலிம் காதல் த கோர்ன்றான் அவனா நீ அப்படின்னு சொல்லிட்டு ஒரு கமெண்ட் பார்த்தேன். எனக்கு ரொம்ப ஹார்ட் உடஞ்சி போச்சு. அப்படியே என்னடா அது, அதை நான் சொல்கிறது வந்து ப்ராக்ரெசிவ்லாம் நம்ம பேசுகிறோம், எல்லாமே பேசுகிறோம், பட் ஆனால் ஒரு ஸ்டேட் வந்து இந்த படத்தை அக்செப்ட் பண்ணி தேவ் செலிப்ரேட்டட் த மேன் ஹூ ப்ரொடியூஸ் அண்ட் ஆக்டட் இன் தட் ஃபிலிம். அண்ட் ஐ ஃபீல் இப்போ இந்த மாதிரி ஒரு படத்தை தான் நான் இங்கே வந்து விமர்சனம் பண்ணணும்னா ஐ வில் அட் நோ காஸ்ட் மிஸ் டேக்கிங் திஸ் ஃபிலிம் டு சம்படி ஹூ இஸ் இன் திண்டுக்கல், மதுரை, இன் ரூரல் ரிமோட் பார்ட் ஆஃப் ஆர் த ஸ்டேட். ஏன் அப்படின்னா ஐ திங்க் இட்ஸ் அன் இம்பார்ட்டன்ட் ஃபிலிம், இட்ஸ் அன் இம்பார்ட்டன்ட் கான்வர்சேஷன் டு ஹேவ். ஐ நோ இட் மைட் ஹேவ் ஃப்ளாஸ், இங்கே உள்ள இருக்கிற அதாவது இந்த கம்யூனிட்டியில் இருக்கிற யாருக்கே கேட்டால் இது இப்படி பண்ணிருக்கலாம், ஆனால் இவ்வளோ பெரிய ஒரு இம்பார்ட்டன்ட் கான்வர்சேஷனை இவ்வளோ நல்லா சொல்ல முடியும், டிக்னிஃபைடாக சொல்ல முடியும். ஏன்னா நம்ம தமிழில் ஃபார் டைம் இம்மெமோரியல் நான் சொல்கிறது வந்து நான் பார்த்து சின்ன வயசுலேருந்து
அந்த சவுண்டு போட்டு தான் ஒரு டிரான்ஸ் கம்யூனிட்டியோ இந்த மாதிரி ஒரு கே ரிலேஷன்ஷிப்பையோ காட்டுவாங்க. பிகாஸ் எனக்கு காமிச்ச மாதிரி ஞாபகம் வரும் வந்தா இட் இஸ் ஆல் அபவுட் செக்ஸ். ஸோ எனக்கு அந்த படம் இட் மேட் லாட் ஆஃப் இம்பாக்ட். ஐ கால் தோஸ் ரைட்டர்ஸ், ஐ ஸ்போக் டு தெம். ഭീകര വീഡിയോ ഇട്ടത്. അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അത്രയ്ക്കുണ്ട് കേട്ടോ. അതൊന്ന് ആൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ആളതിന് മുൻപ് അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞു. അതിനുശേഷം വൈഫിൻ്റെ കൂടെ കണ്ടതിന് ശേഷം അത്ര ഗംഭീരമായിട്ട് ഫീൽ ചെയ്തെന്നുള്ളതാണ്. അതെ. അതിനേക്കാൾ അപ്പുറം ഈ ഒരു സിനിമ അത് മമ്മൂട്ടി സാർ എടുക്കുന്നു, അത് തന്നെ ഭയങ്കരം. അതെ, അത് പ്രൊഡ്യൂസും ചെയ്യുന്നു, എന്നിട്ട് അത് ഒരു സ്റ്റേറ്റ് തന്നെ അംഗീകരിക്കുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് കേട്ടോ. കേരളത്തില് എനിക്ക് തോന്നുന്നു എല്ലാവരും അത് അംഗീകരിച്ചിട്ടൊന്നുമില്ല ആ സിനിമ. അതെ, എന്നാൽ പോലും ഒരു ശതമാനത്തോളം ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാർ തന്നെയാണ്. പക്ഷെ പുറത്തുള്ളവർക്ക് അത് കാണുമ്പോ എല്ലാരും ഏറ്റെടുത്തു എന്നുള്ള തോന്നലുണ്ടാക്കി. അതെന്താണെന്നറിയോ, അതിനകത്ത് അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പേർക്ക് എതിർപ്പുണ്ടെങ്കിലും അതില് മമ്മൂക്കേന്റെ അഭിനയത്തിന്റെ ആണെങ്കിലും ബാക്കിയുള്ളവരുടെ ആക്ടേഴ്സിന്റെ അഭിനയം വെച്ചിട്ടാണെങ്കിലും സിനിമ എന്നുള്ള രീതിയിൽ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ കണ്ടന്റിനോട് മാത്രമേ ഒരു കണ്ടന്റിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര്. പക്ഷെ ആ നടൻ സൂപ്പർ സ്റ്റാർ, ആ നടൻ ഇതുവരെ അത് ഒരു റിസ്ക് ആണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പോസിറ്റീവ്. അതും ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആള് ഇങ്ങനത്തെ ഈ ഒരു സബ്ജക്ട് എടുക്കുക എന്ന് പറയുന്നത് പോലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമാണ്. അത് നമ്മളിപ്പോ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ഭയങ്കര റിസ്ക് ഉള്ള സംഭവമാണ്. ഇത് ഇങ്ങനെ ഒരു നടൻ, അതായത് ഇത്രയും ഒരു മുകളിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെ ഒരു കണ്ടന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണെന്നുള്ളത് പലരും ആവർത്തിച്ച കാര്യമാണ്. പക്ഷെ മമ്മൂട്ടി ഇത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആ കാര്യം ഇതുവരെ കേട്ടിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു ധാരണയും നമുക്കുള്ളിൽ പോയിട്ടില്ലായിരുന്നു. അതിപ്പോ ആള് പറയുമ്പോഴാണ് നമുക്ക് ശരിയാണല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് ഇതിനെക്കുറിച്ച് ഇതുവരെ ഒരു റിസ്കെന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ കണ്ടന്റ് ആയതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവുമെന്നോ അങ്ങനത്തെ ഒരു സംഭവം ആൾ എവിടെയും പറഞ്ഞിട്ടില്ല. അത് വളരെ മികച്ച, അതായത് അങ്ങനെ റിസ്ക് ആണെന്ന് പറഞ്ഞാൽ മേ ബി അതൊരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സംഭവമായി മാറിയാനെ. പിന്നെ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് റിസ്ക് ആവും? അത് സിനിമേനെക്കാട്ടിലും കൂടുതൽ ചർച്ച ചെയ്യുന്ന പിന്നെ അതായിരിക്കും, ആ ഒരു സംഭവമായിരിക്കും. അപ്പൊ എന്താണെന്നറിയോ, ഈ സിനിമ ഇഷ്ടപ്പെടാത്തവര് പോലും അതിനകത്ത് വന്ന് അഭിപ്രായങ്ങൾ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു, അതായത് സബ്ജക്ട് ഉണ്ടല്ലോ, അതിനെ അംഗീകരിക്കാത്ത ആൾക്കാരാണ് ഇവിടെ ഭൂരിഭാഗം ആൾക്കാർ. അവർക്കത് എന്താണ് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് എന്നുള്ളത് മനസ്സിലാവില്ല. അത് വേറൊരു സത്യം, അതൊരു വേറെ സത്യമായിട്ടുള്ള. അപ്പൊ അത് അങ്ങനെ പറഞ്ഞാലും അത് വലിയ ചർച്ചയാതെ തന്നെ പോകുന്നതാണ് എന്റെ അഭിപ്രായം. എന്തായാലും ആ ഒരു പറഞ്ഞ കാര്യം വളരെ കിടിലായിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു മൈൻഡിൽ പോവാത്തൊരു കാര്യമാണ്. അതൊരു സത്യമാട്ടോ. അതിൽ പറഞ്ഞിരുന്നെങ്കിൽ ആ സിനിമയുടെ ഒരു ഉദ്ദേശശുദ്ധി തന്നെ ഇല്ലാതായി പോയാനെ. അതായത് ഇതൊരു എനിക്കൊരു റിസ്ക് ആണ് എന്ന് ഒരു നടൻ പറഞ്ഞിരുന്നെങ്കിൽ, കാരണം ഇങ്ങനെയുള്ള സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റിസ്ക് ആണ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് തന്നെയാണ്. പിന്നെ അത് ഭയങ്കര സംഭവമായി. പിന്നെ ആള് ഇത് കണ്ട് ഇതാണ് തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് താഴെ നീ അവനാ എന്ന് ചോദിച്ചോന്ന് എത്ര ചോദിച്ചിരിക്കുന്നു നമ്മളോട്. ഇത് വന്നോ മുതൽ ഇത് തന്നെ. അതൊന്ന് പിന്നെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ സബ്ജക്റ്റ് ഇതാണെന്ന് അറിഞ്ഞ് അത് കണ്ട് ഇരിക്കുന്ന തിയേറ്ററിൽ നിന്ന് മറ്റുള്ളവരുടെ പ്രതികരണം നമ്മൾ ശരിക്കും കേട്ടറിഞ്ഞു. ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അന്ന് പറയുകയും ചെയ്തു കേട്ടോ. സിനിമ റിവ്യൂ പറയുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര മോശം. അതെ, അപ്പോഴാണ് അതിലൊരു സീന്, അതായത് കുണ്ടൻ എന്ന് ഈ എഴുതി വെച്ചതിന്റെ മുകളിൽ ഒരു വാൾ പോസ്റ്ററാണ് ഒട്ടിക്കുന്നത്. അതെ, കുണ്ടനല്ല, അവിടെ ലവ് ആണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു അത്. ഒരു ഗംഭീര സംഭവം തന്നെയാണ്. മാസ്ക് ഇട്ടു അല്ലേ. പിന്നെ ആള് പറഞ്ഞിട്ടുള്ളത് വേറൊരു കാര്യവും കറക്റ്റാ. അതായത് ഇതിന് മുന്നേ ഉള്ള സിനിമകളിലൊക്കെ ഇങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ ഒരു സംഭവം വെച്ചിട്ടുള്ള ഇത് വരുമ്പോ ആ മ്യൂസിക് വരുന്നത് അതുപോലെ തമിഴ് ഒന്നില് കളിയാക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവും. സെക്ഷലി ആ രീതിയിൽ അത് അവതരിപ്പിക്കുമ്പോ. അതെ, അപ്പോൾ അതിനൊരു പ്രത്യേക BGM കൊടുത്തിട്ടാണ് അവതരിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഇത്ര ഗംഭീരമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ ഭീകരാണ്. അത് തന്നെയാണ് ആൾക്കും അത് ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. നമുക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.